എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മൾ ഈ ഒരുപാട് സിനിമകൾ ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു പലരും ഇപ്പോൾ സുജിത്ത് ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന പടം എന്ന് പറഞ്ഞപ്പോൾ പലരും ആദ്യം വിചാരിച്ചു ഒരു ആക്ഷൻ ഫിൽമോ ഒരു ത്രില്ലറോ ഒക്കെ ആയിരിക്കും ഒരു പക്ഷേ സുജിത്തും ഞാനും കൂടി ഒരുമിച്ച് ആദ്യം ചെയ്യുക. പക്ഷെ എനിക്കറിയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഈ കഥ എന്നോട് പറഞ്ഞാണ്. എനിക്ക് ചോദിക്കാനുള്ളത് ഈ കഥ നിങ്ങളുടെ മനസ്സിൽ വന്നത് കല്യാണം കഴിച്ചൊരു മകളുണ്ടായ പിന്നാണോ? ആയിരിക്കും കേട്ടോ. ശരിക്കും ഇതിനകത്ത് എൻ്റെ ലൈഫ് റിഫ്ലക്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ എൻ്റെ ലൈഫ് ഉറപ്പായിട്ടുണ്ട്. അതെൻ്റെ ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. എൻ്റെ മാത്രമല്ല, എൻ്റെ ചുറ്റുവട്ടങ്ങളിലുള്ള ഒരുപാട് പേരുടെ ലൈഫുണ്ട്. ഞാൻ അന്ന് രാജുവിനോട് പറഞ്ഞതുപോലെ ഞാൻ ഒരുപാട് പേരെടുത്തത് ചോദിച്ചിട്ടുണ്ട്, അതായത് ഇതിൻ്റെ എന്താണ് നിങ്ങളുടെ വീട്ടിലുള്ള പ്രോബ്ലം. അപ്പോൾ ചിലർ ആദ്യം പറയും ഇല്ല പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കറിയാം ഇങ്ങനെ ചില സംഭവം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് ശരിക്കും അതിനകത്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഇരുന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ നമ്മൾ സിനിമയിൽ കാണിച്ചതിനേക്കാളും വലിയ പ്രോബ്ലംസ് ആണ് ശരിക്കും അവരുടെ മനസ്സിൽ. അവരൊരു ഫംഗ്ഷന് പോകുമ്പോൾ കൈ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ ഒരു ഫോട്ടോ എടുക്കും, അല്ലെങ്കിൽ സെൽഫി ഒരെണ്ണം എടുത്തിട്ട് പോസ്റ്റ് ചെയ്യും, അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലൈഫില്ല. അപ്പം അത്തരം ഒരുപാട് പേര് ശരിക്കും ഈ സിനിമയിലേക്ക് ഇപ്പോൾ ഒരുപാട് കോൾസ് വരുന്നത് അങ്ങനെ കേട്ടോ. ഒരുപാട് എനിക്കൊന്നുകൂടി നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു പറഞ്ഞിട്ടുള്ളൊരു കോളൊക്കെ. അല്ല, എനിക്കും തോന്നുന്നുണ്ട് ഈ പലരും, ഞാൻ എൻ്റെ തന്നെ സുഹൃത്തുക്കൾ, പേര് പറയാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും, പലരും ഈ ഒന്ന് റിലാക്സ് ചെയ്യാൻ എങ്ങോട്ടെങ്കിലൊക്കെ പോകും. അതായത് ഞാൻ ഒരു 5 ദിവസം ദുബായി പോവാം, അപ്പോൾ എന്ത് പറ്റി, വെറുതെ ഒന്ന് റിലാക്സ് ചെയ്യാൻ. അല്ല ഞാനൊരു ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ഗോവയിൽ പോവാണ്, എന്ത് പറ്റി, അല്ല റിലാക്സ് ചെയ്യാൻ. അപ്പോൾ സത്യത്തിൽ റിലാക്സ് ചെയ്യാൻ തിരിച്ച് വീട്ടിലല്ലേ പോകേണ്ടത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഒരു പക്ഷേ അത് നമ്മൾ പറയുന്നത് ശരിയായിരിക്കില്ല. കാരണം നമ്മൾ ഈ ജോലി സംബന്ധമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഓരോ ദിവസങ്ങളും ഇപ്പോൾ ഇന്ന് ഹൈദരാബാദ്, നാളെ ഗോവ, മറ്റേ ഫോറിൻ ഷൂട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ചിന്ത വേറെ ആയിരിക്കാം. പക്ഷെ എന്നാലും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ റിലാക്സ്ഡ് ആകേണ്ടത് സ്വന്തം വീട്ടിൽ ഭാര്യയുടെ വീട്ടിൽ. അപ്പോൾ എനിക്ക് അവിടെയൊക്കെയാണ് എനിക്ക് തോന്നുന്നൊരു ഈ കല്യാണം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പതുക്കെ കയ്യിൽ നിന്ന് പോയി തുടങ്ങുന്നത്. ഞാനൊരു ഇപ്പോൾ ഒരു പേഴ്സണൽ ഒരു ചോദ്യം ചോദിക്കാം. ഞാനും എൻ്റെ ഒരു പേഴ്സണൽ രഹസ്യം ഇവിടെ വെളിപ്പെടുത്താം. അതെ, അതായത് ഇതിൽ ആലിസ് ജെയിംസിനെ പറ്റി കൗൺസിലറിന്റെ ഫ്രണ്ടിലിരുന്ന് പറയുന്ന ഒരു നീണ്ട പരാതികളുടെ ലിസ്റ്റ് ഉണ്ട് അല്ലേ? അപ്പൊ അത് നമുക്ക് രണ്ടുപേർക്കും അറിയാം. നമ്മൾ ഒരുപാട് ആൾക്കാരുടെ നിന്ന് ചോദിച്ചിട്ട് അവര് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ടാണ് അത് എഴുതിയിരിക്കുന്നതെന്ന്. അത് നിങ്ങളുടെ വീട്ടിൽ പ്രസക്തമായ ഒരു കാര്യം പറയും. സത്യം പറയട്ടെ, എല്ലാം അതൊക്കെ. പക്ഷെ ഒരു കാര്യം എടുത്തത് അത് വിശദീകരിക്കും. നിങ്ങളുടെ വീട്ടിൽ അത് എങ്ങനെ പ്രസക്തമാണെന്ന് വിശദീകരിക്കും. ആലിസ് എന്ത് പറഞ്ഞു, അത് നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ പ്രസക്തമാകുന്നു? സീരിയസ്ലി എൻ്റെ മോളുടെ സ്കൂളിലെ കാര്യങ്ങളെല്ലാം മഞ്ജു നോക്കണം. ഓക്കെ, എല്ലാം മഞ്ജു നോക്കണം. ഓക്കെ ഫൈൻ. ഇലക്ട്രിസിറ്റി ബില്ല് ഞാൻ അടയ്ക്കുന്നുണ്ടാവും, മറ്റേ അടയ്ക്കേണ്ടതൊക്കെ ഓക്കെ. ഗ്യാസ് ഞാൻ എടുത്ത് ചിലപ്പോൾ പറഞ്ഞിട്ട് കൊണ്ടുവരും, ഫോൺ ചെയ്യുന്നുണ്ടാവും, ഇപ്പോൾ ഫോൺ ചെയ്ത് അവർ കൊണ്ടുവരും, അതെല്ലാം ഓക്കെ. പക്ഷേ മോളുടെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ ഞാൻ ചെല്ലുക, മോളൊന്ന് കെട്ടിപ്പിടിക്കുക, ഹായ് പറയുക, അല്ലെങ്കിൽ മോളോട്ടുള്ള ബന്ധം, സൗഹൃദം, അതെല്ലാം ഓക്കെ. പക്ഷെ സ്കൂളിലെ എല്ലാ കാര്യങ്ങളും മഞ്ജു നോക്കണം. അത് ഓക്കെ. മഞ്ജു എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യത്തിൽ നിന്നാണ് ഒരു ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് അറിയാമോ സ്മോളുടെ എനിക്ക് ചോദിച്ചതെന്നാണ് ഞാൻ ആ പർട്ടിക്കുലർ പോയിന്റ് എഴുതിയിട്ടുള്ളത്. രാജൻ എന്തായിരിക്കും ഇതിനകത്തെ? ഇപ്പൊ നമ്മുടെ ഈ സ്മാർട്ട് ഫോൺസ് ഇത്രയും അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞപ്പോൾ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ നമ്മുടെ സിനിമയിൽ ജെയിംസ് ആൻഡ് ആലിസിൽ തന്നെ പലപ്പോഴും ഒരു വോയിസ് ഓവർ ഞാൻ റെക്കോർഡ് ചെയ്ത് അയക്കുന്നത് വാട്സാപ്പിലാണ്. നിങ്ങൾ എനിക്ക് മേ ബി ഒരു സോങ്ങിന്റെ ഫസ്റ്റ് കട്ട് എനിക്ക് അയച്ചത് ഒരു വാട്സാപ്പ് വീഡിയോ ആയിട്ടാണ്. അപ്പൊ ഈ സിനിമ അതുപോലെ പല സിനിമകളുടെയും ആദ്യത്തെ ഒരു ടൈറ്റിൽ ഡിസൈൻ അയക്കുക. ഇപ്പൊ ജിത്തു എനിക്ക് ഊഴത്തിലെ കാസ്റ്റിംഗ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ ഫോട്ടോസ് അയക്കുക, അല്ലെങ്കിൽ അവർ അഭിനയിച്ച സാധനങ്ങളുടെ അപ്പൊ എല്ലാം ഫോണിലാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ബിഗ് സ്ക്രീൻ ഫോണൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ എല്ലാം ഫോണിലാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും മിക്കപ്പോഴും ഞാൻ എന്തെങ്കിലും ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് ഈ ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഞാൻ. അപ്പോൾ ചിലപ്പോൾ സുപ്രിയ എൻ്റെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും, അതെ നാളെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഡ്രൈവറുടെ അടുത്ത് നിൽക്കാൻ പറയണം, കാരണം മോളുടെ വാക്സിനേഷനാണ് പറയുമ്പോൾ ഞാൻ പലപ്പോഴും അറിയാതെ നാളെ അല്ലേ, ഓക്കെ ഓക്കെ ശരി എൻ്റെ അടുത്തൊരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ മോളുടെ കാര്യമാണ് പറയുന്നത്. ഒരു 10 സെക്കൻഡ് എന്ത് ചെയ്യുകയാണെങ്കിലും ഒന്ന് അവിടുന്ന് കണ്ണെടുത്ത് എന്നെ നോക്കിയിട്ട് ശരിയെന്ന് പറയൂ. അപ്പൊ എനിക്ക് അറിയാമല്ലോ ഇത് കേട്ടു, ഓർമ്മയുണ്ടെന്ന് എനിക്ക്. അത് വളരെ ശരി. അത് ഇതിനകത്ത് ആലിസ് പറയുന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് പറയാൻ ചെന്നാൽ ഉടനെ ഫുൾ ടൈം ഫോണിലാണെന്ന്. അത് ഇന്നലെ അത് എൻ്റെ വീട്ടിലിരുന്ന് ഞാൻ സിനിമ കണ്ടപ്പോൾ അത് കേട്ട ഉടനെ സുപ്രിയ അല്ല സീരിയസ്ലി ഈ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ എന്നോട് ഒരുപാട് പേര് ഫേസ്ബുക്കിലൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. ആദ്യം കുറച്ച് നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഫാമിലിയിലേക്ക് ഫാമിലി അതാണെന്ന് മനസ്സിലാക്കിയ ആൾക്കാർ തിയേറ്ററിലേക്ക് പോകുന്നുണ്ട്. ഇത്
പറയുന്ന ആൾക്കാർ ഒന്നുകിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവളെന്റെ മുഖത്ത് എത്ര പ്രാവശ്യം നോക്കിയെന്നറിയോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അവളെന്നെ നുള്ളി. ഇപ്പൊ ഞാൻ അവളുടെ മുഖത്ത് നോക്കേണ്ട ഇഷ്ടംപോലെ സിറ്റുവേഷൻസ് എനിക്കുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പൊ ഇതൊരു അല്ല, എനിക്ക് മനസ്സിലാവും. അതായത് ഇപ്പൊ ജെയിംസ് ആൻഡ് ആലിസ് ഒരു മേ ബി ഒരു 17-18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിക്കോ ചിലപ്പോൾ ഈ സിനിമ ഇത് മനസ്സിലായി എന്ന് പോലും വരില്ല. എന്നോട് പലരും പറഞ്ഞത്, അല്ല ഇത് നെഗറ്റീവ് റിവ്യൂസ് എന്ന് പറയുന്ന റിവ്യൂസ് ജെന്യുവനായിട്ട്, ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല, അല്ല സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവർ വളരെ ജെന്യുവനായിട്ട് പറഞ്ഞ, അല്ല ഇത് ബേസിക്കലി ഇതിന്റെ എൻറ്റയർ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് വളരെ യൂഷ്വൽ ആയിപ്പോയി. നമ്മൾ സാധാരണ കാണുന്ന ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിലുള്ള പ്രശ്നങ്ങൾ, എനിക്ക് തോന്നുന്നു അവിടെയാണ് അവർക്ക് ആ പോയിന്റ് മിസ്സായത്. ഇത് യൂഷ്വൽ ആകണ്ടേ, ഇത് വളരെ സാധാരണമായിട്ട് എല്ലാ വീടുകളിലും നടക്കുന്ന, ഇന്ന് നിങ്ങളുടെ വീട്ടിൽ പോലും ചിലപ്പോൾ ഇതിന്റെ മറ്റൊരു പതിപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളായിരിക്കണം ഇതിന്റെ ആദ്യ പകുതിയിൽ കാണുന്നത്. എന്നിട്ട് വേണം അത് അയ്യോ അതൊന്ന് മാറി ചെയ്തിരുന്നെങ്കിൽ എത്രത്തോളം വ്യത്യാസം ഉണ്ടായേനെ എന്നീ സിനിമയുടെ രണ്ടാം പകുതിയിൽ നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഇതിന്റെ ആദ്യ പകുതിയിൽ നമ്മൾ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് ഇന്ന് വരെ കാണിച്ചിട്ടില്ലാത്തൊരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് കാണിച്ചിരുന്നുവെങ്കിൽ ഈ പടം വർക്കൗട്ട് ആവില്ല. ഉറപ്പായിട്ട് വർക്കൗട്ട് ആവില്ല. അതുപോലെ ഇപ്പൊ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ആൾക്കാർ പറയുന്ന ഈ കുറച്ച് ലാഗ് ഉണ്ടെന്ന് പറയുന്ന സ്പേസ്, ആ സ്പേസ് നമ്മൾ ഫാസ്റ്റായിട്ട് കട്ട് ചെയ്ത് ഓക്കെ ടക്ക് 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 കട്ട് ചെയ്ത് പോയാലും ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ 100 സിനിമകളോ അഭിനയിച്ചു കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ എത്രയോ സിനിമകളുടെ ക്യാമറമാനായി, നിങ്ങൾ ക്യാമറ ചെയ്ത മിക്ക സിനിമകളുടെയും പോസ്റ്റ് പ്രൊഡക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇൻവോൾവ് ആണ്. എനിക്കറിയാം. ഒരു സിനിമ കാണുമ്പോൾ ഈ സിനിമ സ്ലോ ആണ്, ഇന്ന സ്ഥലങ്ങളിൽ ഇതിൽ കുറച്ച് സ്ലോ പേസ്ഡ് ആണ്, ലാഗ് ആണെന്ന് തിരിച്ചറിയാനുള്ളൊരു വിവേചന ബുദ്ധി നമുക്ക് രണ്ടുപേർക്കും കൈവരിക്കാൻ മാത്രം എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു. ഇതിന്റെ എഡിറ്റ് സമയത്ത് നമ്മൾ പറഞ്ഞല്ലേ ഇത് സ്ലോ ആണ്, ഈ സിനിമ ഇതിന്റെ ഫസ്റ്റ് ഹാഫ് എസ്പെഷ്യലി സ്ലോ ആണ്. പക്ഷെ ആ പേസ് ഉണ്ടെങ്കിലേ ഈ സിനിമ നമ്മൾ ഉദ്ദേശിക്കുന്ന സിനിമ ആവുകയുള്ളൂ എന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയായിരുന്നു, ഇതിന്റെ പ്രൊഡ്യൂസർക്കും അറിയായിരുന്നു. നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന സിനിമ കണ്ടിട്ട് തീരുമാനിച്ച കാര്യമാണത്.